വിജയകുമാർ. ഈ അവസരത്തിൽ കൃഷ്ണ ചെറിയാൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. കാരണം കൃഷ്ണ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മഞ്ചേരി. നമ്മുടെ അല്ലെ ബോയ്സ് ഹൈസ്കൂൾ വലിയൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് സംസാരിക്കുന്ന, പക്ഷേ ചരിത്രം പുതിയതായിട്ട് സ്വർണ്ണമാണ് എഴുതുന്നത് അല്ലെ. 70,000 രൂപ സ്വർണ്ണവില എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടല്. ആ ഞെട്ടലിന്റെ ബാക്കി പത്രം പറയും. വെരി ഗുഡ് മോർണിംഗ് SKN ടീം. നമുക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ സ്വർണ്ണവില ഇങ്ങനെ കൂടി വരികയായിരുന്നു. അതിന് കാരണം പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഒന്ന്, പല രാജ്യങ്ങളുടെയും റിസർവ് ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും അടിസ്ഥാന പലിശ നിരക്കുകൾ കുറയ്ക്കുന്നതുമാണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്ക് തന്നെ ഇപ്പോൾ 0.5% അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചു. അങ്ങനെ വരുമ്പോൾ മറ്റു നിക്ഷേപങ്ങളിലേക്ക് ആൾക്കാർ സ്വർണത്തിലേക്ക് മാറുകയും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂടുകയും വില കൂടുകയും ചെയ്തു. ഇതായിരുന്നു കഴിഞ്ഞ ഒരു വർഷം സ്വർണ്ണവില കൂടാനുള്ള ഒരു കാരണം. എന്നാൽ അതിനുശേഷം ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ട്രംപിന്റേതായ ചില തീരുമാനങ്ങൾ, കണ്ണും മൂക്കും നോക്കാതെയുള്ള ഈ തീരുമാനങ്ങൾ, ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറയുന്നത് പോലെ അത് സ്വർണ്ണവിലയെ വളരെയധികം ബാധിക്കുകയും ലോകമാകും നിക്ഷേപകർക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടാവുകയും അവർ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തെ കണക്കാക്കുകയും ചെയ്തപ്പോൾ സ്വർണ്ണവില അങ്ങനെ കയറി ഇപ്പോൾ 70,000 മുകളിൽ എത്തിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില 70,000 കടക്കുന്നത്. ഇന്നത്തെ വില പവന് 70,160 രൂപയാണ്. നമ്മൾ കഴിഞ്ഞ 3 ദിവസം നോക്കിയാൽ ഒരു പവന് കൂടിയത് 3,840 രൂപയാണ്. ഇനി ഈ 3 ദിവസത്തെ കണക്കാണിത്. കഴിഞ്ഞ വർഷം 53,700 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില. ഇന്ന് അതിന്റെ വില 70,160 എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചത് 16,400 രൂപയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ സ്വർണ്ണവിലയുടെ ഒരു ചരിത്രം കൂടെ നോക്കിയാൽ 1925 സ്വർണത്തിന്റെ വില 13 രൂപ 25 പൈസ മാത്രമായിരുന്നു. അവിടെ നിന്ന് അത് 100 രൂപ കടന്നത് 1970-ലാണ് 135 രൂപ 30 പൈസയായി. പിന്നീട് 2012 ആയപ്പോഴത്തേക്കും 20,000 കടന്നു, 20,880 രൂപയായി. 2020 അത് 30,000 കടക്കുന്നു. 2024 ആകുമ്പോഴത്തേക്ക് 50,000 കടക്കുന്നു. ഒരൊറ്റ വർഷം കൊണ്ട് 50,000-ൽ നിന്ന് കുതിച്ചു ചാട്ടമായിരുന്നു 20,000 രൂപയുടെ വ്യത്യാസം. ഇന്ന് 70,000 കടക്കുന്നു. ഈ സ്വർണ്ണവില 70,000 എന്ന് പറയുമ്പോഴും ആ 70,000 രൂപ ഒരു പവന്റെ വിലയാണ്. അതൊരു ആഭരണ രൂപത്തിൽ ഒരു മാലയോ ഒരു വളയോ ഒരു പവന്റെ എടുക്കണമെങ്കിൽ നമ്മൾ ഇതോടൊപ്പം തന്നെ 3% GST നൽകണം. ആ 3% GSTയോടൊപ്പം തന്നെ പണിക്കൂലി, അത് 3 മുതൽ 22% വരെ പണിക്കൂലിയുള്ള ആഭരണങ്ങളുണ്ട്. അപ്പോൾ ഒരു 5% എന്ന് നമ്മൾ മിനിമം കൂട്ടിയാൽ പോലും ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഒരു 76,000 രൂപ കൊടുക്കേണ്ടി വരും. 2 പവൻ വാങ്ങിക്കാൻ 1.5 ലക്ഷത്തിലേറെ രൂപ ചെലവഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അതേസമയം പണ്ടൊക്കെ ഈ സ്വർണ്ണത്തിൽ അതിഭീകരമായ വിലയാണ്. 70,000 രൂപ പവൻ. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണത്തിന് വില 70,000. സ്വർണ്ണം വീണ്ടും ഒരു സുരക്ഷിത നിക്ഷേപമായി മാറുകയാണ്. കയ്യിൽ മറച്ചു വെക്കാൻ സ്വർണ്ണമുള്ളവർക്ക് കൂട്ടി, ഇല്ലാത്തവർക്ക് മറച്ചു വെക്കാൻ സ്വർണ്ണമുള്ളവർക്ക് കൂട്ടി, ഇല്ലാത്തവർക്ക് ജഗതി പറഞ്ഞ ചട്ടി.